വിശുദ്ധ അൽഫോൻസാമ 1910 ആഗസ്റ്റ് 17 മാമോദീസ സ്വീകരിച്ച ആ മാമോദീസ തൊട്ടിയുടെ തൊട്ടടുത്താണ് കേട്ടോ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഒരു വിശുദ്ധ മാമോദീസ ചടങ്ങ് നിർവഹിക്കപ്പെട്ട ആ ഒരു മാമോദീസ തൊട്ടിയാണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വേവ് മേക്കറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ കുടമാളൂരിലുള്ള വിശുദ്ധ അൽഫോൻസാമയുടെ മാമോദീസ നടന്ന ഒരു മനോഹരമായ ദേവാലയത്തിലാണ് കേട്ടോ. കൃത്യമായി പറഞ്ഞാൽ കുടമാളൂർ സെൻറ് മേരീസ് ദേവാലയത്തിലാണ് നമ്മളിന്ന് എത്തിയിരിക്കുന്നത്. 1125 ചെമ്പകശ്ശേരി രാജാവിനാൽ സ്ഥാപിതമായതാണ് നമ്മൾ ഈ കാണുന്ന കുടമാളൂർ പഴയ പള്ളി. അതോടൊപ്പം തന്നെ വിശുദ്ധ അൽഫോൻസാമ മാമോദീസ മുങ്ങിയ ആ മാമോദീസ തൊട്ടി ഇന്നും ഭദ്രമായി സൂക്ഷിക്കുന്ന, വളരെ ഭദ്രമായി തന്നെ സൂക്ഷിക്കുന്ന ആ ഏറ്റവും മഹത്തായ ഒരു ദേവാലയമാണ് നമ്മൾ ഈ കാണുന്ന സെൻറ് മേരീസ് ഇടവക ദേവാലയം. 900 വർഷത്തോളം പഴക്കമുള്ള കുടമാളൂർ സെൻറ് മേരീസ് ഇടവക ദേവാലയത്തിൻ്റെ ആ ഒരു മോണ്ടളത്തിലാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. പണ്ടത്തെ ആ ഒരു നിർമ്മാണ ശൈലിയും കാര്യങ്ങളൊക്കെയാണ്. തൂണൊക്കെ പിടിപ്പിച്ച് പള്ളിയുടെ ഫ്രണ്ടിലേക്കായിട്ട് ഇറക്കി പണിതേക്കുന്ന രീതിയും കാര്യങ്ങളും നമുക്ക് കാണാൻ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ദേവാലയത്തിനുള്ളിലേക്ക് കയറാം. അപ്പം ഒരുപാട് ആൾക്കാർ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ദേവാലയത്തിനുള്ളിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് പറയാം കേട്ടോ. അപ്പോൾ ദേവാലയത്തിനുള്ളിൽ വെച്ച് ഞാൻ കാര്യങ്ങളൊന്നും പരിചയപ്പെടുത്തുന്നില്ല, കാരണം ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിക്കാൻ വേണ്ടി പള്ളിക്കകത്തുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ദേവാലയത്തിൻ്റെ അകത്തെ കാഴ്ചകൾ മാമോദീസയൊക്കെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോകാം. വാ. വിശുദ്ധ അൽഫോൻസാമ 1910 ആഗസ്റ്റ് 17 മാമോദീസ സ്വീകരിച്ച ആ മാമോദീസ തൊട്ടിയുടെ തൊട്ടടുത്താണ് കേട്ടോ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഒരു വിശുദ്ധ മാമോദീസ ചടങ്ങ് നിർവഹിക്കപ്പെട്ട ആ ഒരു മാമോദീസ തൊട്ടിയാണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത്. അപ്പം കരിങ്കല്ല് കൊണ്ടൊക്കെ തീർത്ത് മനോഹരമായ കൊത്തുപണി കൊണ്ടൊക്കെ നിർമ്മിച്ച ഒരു നല്ലൊരു മാമോദീസ തൊട്ടിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്.
ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുമ്പോൾ വിശുദ്ധ അൽഫോൻസാമ മാമോദിസ സ്വീകരിച്ച മാമോദിസത്തോട് ചേർന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ അൽഫോൻസാമയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.